ഒരുപാട് നേഴ്സസ് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടേ. കാരണം അവർക്ക് നാളെ UK പോയാലും അവിടെയൊക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ അവിടെ സംസാരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ OET ഒപ്പം തന്നെ ബേസിക് ലാംഗ്വേജൂടെ ക്ലിയർ ആയി പോയി കഴിഞ്ഞാൽ ശരിക്കും ഒരു വലിയ ചേഞ്ച് തന്നെ അവിടെ ഉണ്ടാവും. ബേസിക് ഗ്രാമർ ടിജൂസിൻ്റെ എത്രത്തോളം യൂസ്ഫുൾ ആയി? സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ ചെന്നാലും ഇത് മൊഡ്യൂൾസിന് വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്, അവിടെ ചെന്നിട്ടാണെങ്കിലും ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് ആണ്. അപ്പോൾ ജസ്റ്റ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലെ ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് വിടേണ്ട ഒരു ലാംഗ്വേജ് അല്ല ഈ ഗ്രാമർ പാർട്ട് എന്ന് പറയുന്നത്. സാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ ടെൻസ് വൈസ് ആണെങ്കിലും ഈ ആക്റ്റീവ് പാസീവ് വോയിസ് ആണെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയായിരുന്നു. ഈ പെർഫെക്റ്റ് ടെൻസിൻ്റെ പോർഷൻ ആയിരുന്നു വളരെ ഡൗട്ട്ഫുൾ. റീചെക്കിംഗ് പോലെ ഗ്രാമറിൻ്റെ ഒരു ടെസ്റ്റ് ഇട്ടായിരുന്നു, ഓൺലൈൻ റിവിഷൻ പോലെ. അപ്പം ആ ടെസ്റ്റിലാണ് എനിക്ക് എൻ്റെ വീക്ക് പോയിന്റ് മനസ്സിലാക്കാൻ പറ്റിയത്. അതിനുശേഷമാണ് എൻ്റെ ടെൻസ് ക്ലാസ് വരുന്നത്. അപ്പം വളരെ ക്ലിയർ ആക്കാൻ പറ്റിയായിരുന്നു ആ ഗ്രാമർ പോർഷൻ. കുറച്ചൊക്കെ ഐഡിയകൾ കിട്ടി.